കേരള സർവകലാശാല വിസിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന സിസ തോമസിനെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തി. യൂണിവേഴ്സിറ്റിയിലെ സെക്ഷൻ ഓഫീസുകളിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോഴായിരുന്നു സംഭവം. രജിസ്ട്രാർ വഴി മാത്രം ഫയലുകൾ പരിശോധിച്ചാൽ മതിയെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട്. സംഭവത്തിൽ സിസ തോമസിന് പിന്തുണയുമായി സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ രംഗത്തെത്തി. അദ്ദേഹം നേരത്തെ ജനൻ ടിവിക്ക് നൽകിയ പ്രതികരണത്തിലേക്ക്. ഇന്ന് ഏകദേശം ഒരു 11:30 മണിയോടുകൂടിയാണ് കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ ചേംബറിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയും ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ സെക്ഷനിൽ പരിശോധനയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ചെന്ന് തടസ്സപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായത്. സെക്ഷനിൽ വന്ന വൈസ് ചാൻസലറെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ വിവരം തിരക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും കോൺഗ്രസിൻ്റെ സിൻഡിക്കേറ്റ് അംഗവും അവിടെയുണ്ട്. ഇവരെല്ലാം കൂടി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ വട്ടം നിന്നിട്ട് നിങ്ങൾ ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ പാടുള്ളൂ, സെക്ഷനുകളിൽ പോകാൻ പാടില്ല, വിവരങ്ങൾ രജിസ്ട്രാർ വശം അല്ലെങ്കിൽ പ്രോപ്പർ ചാനൽ രജിസ്ട്രാർ വശം മാത്രമേ നിങ്ങൾക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ പാടുള്ളൂ, ഈ തരത്തിൽ അതിനപ്പുറത്തേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിലയിൽ ഭീഷണിയും അതുപോലെ തന്നെ സമ്മർദ്ദവുമാണ്. അപ്പോൾ ഇത് അനുവദിക്കാൻ പാടില്ല. രജിസ്ട്രാർക്ക് ചട്ടപ്രകാരം സർവകലാശാലയിലെ ഏത് ഫയൽ പരിശോധിക്കാനും അതുപോലെ തന്നെ സെക്ഷനുകൾ നേരിട്ട് സന്ദർശിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ളയാളാണ്. ഈ കേരള സർവകലാശാല തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു തിട്ടൂരമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് സർവകലാശാലയെ സ്ഥിരം സമരവേദിയാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇടത് സംഘടനകൾക്കും സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും ഉണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സർവകലാശാലയ്ക്ക് പുറത്ത് SFI ഗുണ്ടകൾ VCയെ തടയുന്നു. ഇന്നലെ നമ്മളത് കണ്ടതാണ്. പോലീസിൻ്റെ ശക്തമായ ഇടപെടൽ പോലും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോഴിതാ സർവകലാശാലയ്ക്കകത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭീഷണി, അതായത് രജിസ്ട്രാറുടെ അനുമതിയില്ലാതെ സർവകലാശാല ഫയലുകളൊന്നും VCയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസ് പരിശോധിക്കരുത് എന്ന്. എന്തായാലും ഈ തിട്ടൂരം സിസ തോമസ് അത് ഒരു കാരണവശാലും അനുവദിക്കില്ല. പക്ഷേ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ധാർഷ്ട്യം അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? അനിൽ, ഒരു പരിധികളുമില്ലാത്ത രീതിയിലാണ് ഈ യൂണിവേഴ്സിറ്റി ഭരണത്തിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലുമൊക്കെ ഇടപെടാൻ വേണ്ടിയിട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അല്ലെങ്കിൽ ഇടത് പാർട്ടികളുമൊക്കെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇപ്പോൾ അകത്താണെങ്കിലും പുറത്താണെങ്കിലും പെരുമാറ്റത്തിന് അനിൽ സൂചിപ്പിച്ച രീതിയിലുള്ള തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാക്കുന്നത്. കാരണം യൂണിവേഴ്സിറ്റി VCയുടെ ചുമതല വഹിക്കുന്ന ഒരു സ്ത്രീയാണ് ഡോക്ടർ സിസ തോമസ്. അതോടൊപ്പം തന്നെ അവർ KTUവിൻ്റെ മുൻ VC ആയിരുന്നു. അങ്ങനെ ബഹുമാന്യമായിട്ടുള്ള ഒരു പദവി അലങ്കരിച്ചിരുന്ന, ഇപ്പോൾ ഒരു പദവിയുടെ ചുമതലയിലിരിക്കുന്ന ഒരു വൈസ് ചാൻസലറുടെ തസ്തികയിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചുമതലയിരിക്കുന്ന ആളെയാണ് ഇടത് സംഘങ്ങൾ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചേർന്ന് സെക്ഷനിൽ വെച്ച് അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായതെന്ന് നമ്മൾ വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം വൈസ് ചാൻസലറാണ് ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു സെക്ഷനിൽ പരിശോധനയ്ക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ എത്തുന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരെ തടയുന്നു. നിങ്ങൾ ഇവിടെ പരിശോധനയൊന്നും നടത്തരുത്, ഞങ്ങൾ പറയുന്ന രീതിയിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ, ഫയൽ പരിശോധിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങൾ തനിയെ, അതായത് വൈസ് ചാൻസലർ ഒറ്റയ്ക്ക് അവിടേക്ക് ചെല്ലുക പോലും ചെയ്യരുത് എന്നുള്ളതായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തിട്ടൂരം എന്ന് പറയുന്നത്. വൈസ് ചാൻസലർക്ക് സ്വതന്ത്രമായി അവിടുത്തെ ഒരു സെക്ഷനിൽ പോകാൻ പോലും രജിസ്ട്രാറുടെ അനുമതി വേണമെന്നൊക്കെയാണ് ഈ പറയുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വൈസ് ചാൻസലറെ അവിടെ തടയുന്നു, ഫയൽ പരിശോധിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയുന്നു. അതും ഈ മറ്റ് ജീവനക്കാരുടെയൊക്കെ മുന്നിൽ വെച്ചാണ് വൈസ് ചാൻസലർ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു സമീപനം ഉണ്ടായത് എന്നതുകൂടി നമ്മൾ മറക്കരുത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമീപനം സ്വീകരിക്കുന്നു. പിന്നാലെ വൈസ് ചാൻസലർ ഓഫീസിലേക്ക് മടങ്ങുന്ന സമയത്ത് അവിടെ എത്തിയും ഈ ഭീഷണി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ജനൻ TV വാർത്തയാക്കിയതിന് പിന്നാലെ വൈസ് ചാൻസലർക്കെതിരെ ഒരു മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് അവർ പറയുന്നത് വൈസ് ചാൻസലർക്ക് ഫയലുകൾ അല്ലെങ്കിൽ വൈസ് ചാൻസലറുടെ ചുമതലയിലിരിക്കുന്ന ആളുകൾക്ക് ആ ഫയലുകൾ പരിശോധിക്കാനുള്ള അവകാശമില്ല എന്നുള്ളൊരു ന്യായമാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. ഉടനെ സിൻഡിക്കേറ്റ് വിളിക്കണം തുടങ്ങിയിട്ടുള്ള അഭിപ്രായവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വൈസ് ചാൻസലർ അധികാരം എന്താണ്? അത് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടിലും ഒക്കെ കൃത്യമായിട്ട് അത് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ അധികാരങ്ങളാണ് സിൻഡിക്കേറ്റിനുള്ളത് എന്ന്. നോക്കൂ, കഴിഞ്ഞ ദിവസം തന്നെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത സമയത്ത് സിൻഡിക്കേറ്റ് പറഞ്ഞത് രജിസ്ട്രാറെ വെച്ചത് സിൻഡിക്കേറ്റാണ്, അതുകൊണ്ട് സിൻഡിക്കേറ്റിൻ്റെ അനുമതി ഇല്ലാതെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ കേരള ഹൈക്കോടതി നിരീക്ഷിച്ചത് തീർത്തും വിഭിന്നമായിട്ടായിരുന്നു. ആ സസ്പെൻഷന് സ്റ്റേ പോലും അനുവദിച്ചിട്ടില്ല. അപ്പോൾ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ്
ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ? ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആ വാദം തീർത്തും ബാലിശമായിരുന്നു. കാരണം അന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഉത്തരവ് ഇറക്കുന്നത് തന്നെ കൃത്യമായി യൂണിവേഴ്സിറ്റി നിയമങ്ങളിലെ ഏതൊക്കെ ചട്ടങ്ങൾ പ്രകാരമാണ് നടപടി സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു വൈസ് ചാൻസലർ ഉത്തരവിറക്കിയത്. അതോടൊപ്പം തന്നെ ആ ഉത്തരവിറക്കിയത് അതിനുശേഷം കൃത്യമായി മുൻ വൈസ് ചാൻസലർമാർ നമ്മോട് വ്യക്തമാക്കിയതാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ, അതും അന്വേഷണ വിധേയമാണ് സസ്പെൻഷൻ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങൾ അത് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട്, കാരണം ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു അന്തിമ നടപടിയല്ല രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളിൽ എന്നുള്ളത് കൂടി വ്യക്തമാകേണ്ടതുണ്ട്. അപ്പോൾ അന്തിമ നടപടി വരുമ്പോൾ, അതായത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൻ്റെ അന്തിമ റിപ്പോർട്ട് വന്ന ആ റിപ്പോർട്ട് സിൻഡിക്കേറ്റിൽ എത്തുമ്പോൾ മാത്രമേ അതിൽ സിൻഡിക്കേറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലിനുള്ള സാധ്യതയുള്ളൂ. നിയമം ഇതായിരിക്കുകയാണ്, ഞങ്ങളറിയാതെ സസ്പെൻഷൻ പോലും പാടില്ല എന്നുള്ള, അല്ലെങ്കിൽ അന്വേഷണം പോലും പാടില്ല എന്നുള്ളൊരു നിലപാടിലേക്ക്, അമിതാധികാര പ്രയോഗം നടത്താനുള്ളൊരു നീക്കത്തിലേക്ക് സിൻഡിക്കേറ്റ് പോയത്. അതിന് തന്നെയാണ് ഇന്ന് അവർ സിസ തോമസിൻ്റെ മുമ്പിലും ശ്രമം നടത്തിയത്. പക്ഷേ സിസ തോമസിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാവുന്നതാണ്. അവർ നേരത്തെയും ഇടത് സംഘടനകളോട് പോരാടി നിന്നവരാണ്. നേരത്തെ അവരുടെ ശമ്പളവും പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകാതിരുന്നപ്പോൾ ഒരു നിമിഷം കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം RS ശശികുമാർ ചേരുന്നു. ശ്രീ RS ശശികുമാർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരുടെ അധികാര പരിധിക്ക് അപ്പുറത്ത് കടന്നു ചെന്ന് VC നിയന്ത്രിക്കുന്ന ഒരു സമീപനമല്ലേ സ്വീകരിച്ചിരിക്കുന്നത്? താങ്കൾക്ക് കൃത്യമായിട്ടറിയാം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എവിടെ വരെ പോകാം, എന്താണ് അവരുടെ അധികാരം എന്നൊക്കെ കൃത്യമായിട്ട് താങ്കൾക്ക് അറിയാം. ഒന്ന് വിശദീകരിക്കാമോ? സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോഴല്ലാതെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു ഗുണ്ടാ വിളയാട്ടമാണ് നടക്കുന്നത്. അതിനെ യോജിച്ച രീതിയിലുള്ള വൈസ് ചാൻസലർമാരെ നിയമിച്ചതോടെ സർവകലാശാല ഭരണം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഏറ്റെടുക്കുകയും, സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് ഓരോ ക്യാബിനറ്റ് മന്ത്രിമാരാണെന്ന രീതിയിൽ അവിടെ ഭരണം നേരിട്ട് നടത്തുകയാണ്. സർവകലാശാലയിലെ ഉദ്യോഗസ്ഥന്മാരെ, വനിതകൾ ഉൾപ്പെടെയുള്ളവരെ ഓഫീസിൽ വിളിച്ച് അവർ ഭീഷണിപ്പെടുത്തുകയും അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഫയലുകൾ എഴുതി ഉത്തരവിടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം സർവകലാശാലയിൽ ഉണ്ടായെങ്കിലും അതിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി മാറ്റം വന്നു. പ്രത്യേകിച്ച് ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ വൈസ് ചാൻസലറായി വന്നതിന് ശേഷം അവിടെ വ്യക്തമായ മാറ്റം ഉണ്ടായതായി അവിടുത്തെ സർവകലാശാലയുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നുണ്ട്. നിഷ്പക്ഷമായി കാര്യങ്ങൾ നടക്കണമെന്നുള്ള താല്പര്യമുള്ളവരാണ് സർവകലാശാലയുടെ ഉദ്യോഗസ്ഥന്മാർ. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. നിർഭാഗ്യവശാൽ സർവകലാശാല നിയമം എന്താണ്, സർവകലാശാല ആക്ട് എന്താണ്, സ്റ്റാറ്റ്യൂട്ട് എന്താണ്, സർവകലാശാല ഫയലുകളിൽ എങ്ങനെയാണ് എഴുതണമെന്ന് പോലും അറിയാനോ ഇംഗ്ലീഷ് പോലും നേരെ എഴുതാൻ അറിഞ്ഞുകൂടാത്ത PhD നേടിയ കുറെ ആൾക്കാരുടെ ഒരു സങ്കേതമാണ് ഇപ്പോൾ കേരളത്തിലെ സർവകലാശാല. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് കേരള സർവകലാശാലയിൽ നടന്നത്. ഡോക്ടർ സിസ തോമസ് ഇന്ന് തിങ്കളാഴ്ച ഞാൻ മനസ്സിലാക്കുന്നത് വൈസ് ചാൻസലറുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് കൊടുക്കാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ വൈസ് ചാൻസലറുടെ സത്യവാങ്മൂലം അവിടെ നൽകണമെന്നുണ്ടെങ്കിൽ വൈസ് ചാൻസലർക്ക് ഫയലുകൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സർവകലാശാലയിലെ പല ഫയലുകളും വൈസ് ചാൻസലർക്ക് ലഭ്യമല്ല. വൈസ് ചാൻസലർ PROയുടെ ഓഫീസിൽ വന്ന് ലോഗിൻ ചെയ്ത് അവിടെ ഫയൽ പരിശോധിക്കുമ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ PROയുടെ റൂമിൽ കയറി വന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എന്ത് അവകാശമാണ്? അവർക്ക് ഓഫീസിൽ കയറാൻ എന്താ അവകാശം? അവർക്ക് സിൻഡിക്കേറ്റ് റൂമിൽ ചെന്നിരിക്കാനും സിൻഡിക്കേറ്റ് കൂടാനും പറയാമെന്നല്ലാതെ വൈസ് ചാൻസലർ എവിടെ പോകണമെന്ന് തീരുമാനിക്കാൻ വൈസ് ചാൻസലർക്കാണ് അധികാരമുള്ളത്. വൈസ് ചാൻസലർക്ക് ആരുടെ റൂമിലും പോകാം. വൈസ് ചാൻസലർക്ക് ഏത് രേഖയും പരിശോധിക്കാം. വൈസ് ചാൻസലർ ഇവർ പറയുന്നത് വൈസ് ചാൻസലർ ഫയൽ വരുത്തണമെന്നാണ്. അതിന് അങ്ങനെ ഒരു നിയമമില്ല. യൂണിവേഴ്സിറ്റി പരീക്ഷാ വിഭാഗത്തിൽ പണ്ട് പല വൈസ് ചാൻസലർമാർ സർപ്രൈസ് ആയിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ചില കുറ്റങ്ങൾ അവർ നേരിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വൈസ് ചാൻസലർ ഒരു മുറിയിൽ ഇരുന്നോണം ഞങ്ങൾ ഇവിടെ ഭരിക്കും, ഞങ്ങൾ ജീവനക്കാരെ ഡയറക്റ്റ് ചെയ്യുമെന്ന് പറയുന്ന രീതിയിൽ ഒരു മാറ്റം വന്നു. വൈസ് ചാൻസലർ സിസ തോമസ് PROയുടെ റൂമിൽ വന്ന് ലോഗിൻ ചെയ്ത് ഓപ്പൺ ചെയ്തു. അതിന് വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യമുണ്ട്. കാരണം ഗവർണർ കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ എത്തിയതിന് ശേഷമാണ് രജിസ്ട്രാർ ഈ കത്ത് റദ്ദ് ചെയ്തുകൊണ്ടുള്ള കത്ത് കൊടുത്തു എന്നും അതല്ല, നേരത്തെ തന്നെ രജിസ്ട്രാർ കത്ത് കൊടുത്തിരുന്നുള്ള തർക്കമാണ് ഏറ്റവും ക്രൂഷ്യൽ. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് വൈസ് ചാൻസലർ PROയുടെ റൂമിൽ പോയത്. PROയുടെ റിപ്പോർട്ട് എന്നാണ്, എത്ര മണിക്കാണ്, ഏത് സമയത്താണെന്ന് അറിയണമെങ്കിൽ അവർക്ക് നേരിട്ട് ബോധ്യപ്പെടണം. അപ്പോൾ അത് വൈസ് ചാൻസലർ ഉത്തരവാദിത്വമല്ലേ? അത് ഇവിടുത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങളാണോ കോടതിച്ചെന്ന് പറയുന്നത്? അപ്പോൾ ആ ഇഷ്യൂ ആണ് ഇന്ന് അവിടെ വഷളായത്. ഒരിക്കലും സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഇന്ന് വരെ കേരള സർവകലാശാല ചരിത്രത്തിൽ ഒരു വൈസ് ചാൻസലർ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. എന്തായാലും വൈസ് ചാൻസലർ സിസ തോമസ് ആയതുകൊണ്ട് അവരെ ഈ കാര്യങ്ങൾക്ക് എങ്ങനെ നിയമം കൈകാര്യം ചെയ്യണമെന്ന് പൂർണ്ണമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ വേണ്ട രേഖകളെല്ലാം എടുത്തതിന് ശേഷം റൂമിൽ പോയി. റൂമിൽ വന്ന് കാണട്ടെ,
പിന്നീട് വൈസ് ചാൻസലറുടെ റൂമിൽ അവർ പോവുകയും സിൻഡിക്കേറ്റ് ചേരണമെന്ന് ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും പരിഗണിക്കാമെന്ന് വൈസ് ചാൻസലർ പറയും. ഒരു മാന്യത വേണ്ടേ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയട്ടെ നമ്പ്യാരെ, ഞാൻ അറിഞ്ഞത് അവിടെ ഇന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥിനികൾ അവിടെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് പരീക്ഷാ ഫീസ് അടയ്ക്കുന്നതിന് വേണ്ടി. ആ സമയത്താണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആക്രോശം. അപ്പോൾ ആ വിദ്യാർത്ഥികൾ ചോദിക്കും, ഇതെന്താണ്? വൈസ് ചാൻസലർ മുമ്പിൽ കുറെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചേർന്ന് താണ്ഡവ നൃത്തം ആടുകയാണ്. നമ്മുടെ സർവകലാശാലയെ കുറിച്ച് ആ കുട്ടികൾ എന്ത് കരുതും? ഒരു സർവകലാശാല എങ്ങനെ നശിപ്പിക്കാമെന്നുള്ളതിന്റെ എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇന്ന് കേരള സർവകലാശാല നടക്കുന്നത്. ഇതിനൊരു അവസാനം ഉണ്ടായേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ശക്തമായ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് നടന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമാണ്. ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ഒരു പെരുമാറ്റച്ചട്ടം അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട വളരെ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ അവിടെ സിൻഡിക്കേറ്റ് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉണ്ടായിരുന്നു. അവരെങ്കിലും ഈ പുതിയ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഗുണ്ടകളെ ഒന്ന് ഉപദേശിച്ചാൽ അത് മാത്രം മതി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഒരു പരിധിവരെ രക്ഷപ്പെടാനെന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ ശശികുമാർ, ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വൈസ് ചാൻസലർക്ക് ഒരു കത്ത് നൽകി. അതായത് KS അനിൽകുമാറിൻ്റെ മുൻ രജിസ്ട്രാറിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഇവരുടെ പേക്കൂത്തുകൾക്ക് കൂട്ടുനിൽക്കുകയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നില്ല. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് നടക്കുന്നുവെന്നോ അറിയുന്നുകൂടാത്ത ഒരു വനിതയാണ് ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അതുകൊണ്ട് അവരൊരു കത്ത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ ഒപ്പിട്ട ഒരു കത്ത് നമ്മുടെ വൈസ് ചാൻസലർ ഡോക്ടർ സിസാ തോമസിന് കൈമാറി. അതിൽ എഴുതിയിരിക്കുന്നത് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ അടിയന്തര തീരുമാനം കൈക്കൊള്ളണമെന്ന്. അങ്ങനെ പറയാൻ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്ത് അധികാരമാണുള്ളത്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വൈസ് ചാൻസലറുടെ മുകളിലുള്ളത് ചാൻസലറാണ്. ചാൻസലർക്ക് മാത്രമേ അത്തരത്തിലുള്ള നിർദ്ദേശം വൈസ് ചാൻസലർ കൊടുക്കാൻ നിയമം അനുവദിക്കുന്നുള്ളൂ. ഇപ്പോൾ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൽ ആരെയും ശാസിക്കാനും ആരെയും പരിശോധിക്കാനും ഏത് ഉത്തരവ് റദ്ദാക്കാനും ആരെ പാസ്സാക്കാനുള്ള അധികാരങ്ങളൊക്കെ മന്ത്രിക്ക് കൊടുക്കണം. അത് നിയമം പാസ്സായതിനു ശേഷം മതിയല്ലോ. ഇപ്പോൾ നിയമം പാസ്സായിട്ടില്ലല്ലോ. ആ നിയമം ഗവർണർ അംഗീകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ കേരള സർവകലാശാലയുടെ നിയമം അനുസരിച്ച് മന്ത്രിക്ക് യാതൊരു ഇടപാടുമില്ല. മുൻകാലങ്ങളിലെല്ലാം ഉള്ള മന്ത്രിമാർ പരിഗണിക്കണം എന്നുള്ള കത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയാം, ഒരാവശ്യം വന്നു, ഇന്ന കാര്യമുണ്ട്, അത് വൈസ് ചാൻസലർ പരിഗണിക്കണം എന്ന് പറയുന്നതിന് പകരം അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കണമെന്ന് പറയാൻ ബിന്ദുവിന് എന്ത് അധികാരമാണ്? പക്ഷേ ഞാൻ ബിന്ദുവിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവർ ആ കത്ത് വായിച്ചു പോലും നോക്കിയിരിക്കില്ല. കാരണം കത്ത് എഴുതി കൊടുക്കാനായിട്ട് അവിടെ ഒരു പ്രത്യേക ഒരു സംഘമുണ്ട്. ആ സംഘം എഴുതി കൊടുക്കുന്നതിൽ ഒപ്പിട്ട് കയറുകയാണ്. വളരെ നിർഭാഗ്യകരമായ മറ്റൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളും ഡോക്ടർ ബിന്ദുവും ഒക്കെ ഒരേ മുഖത്തിൽ കെട്ടാവുന്നുള്ള ആൾക്കാരാണ്. ഇതെല്ലാം സംഭവിക്കും. ഇതൊക്കെ സംഭവിക്കാൻ അതിശയിക്കാനില്ല. വളരെ നന്ദി ശശികുമാർ സാർ. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഞാൻ വീണ്ടും പ്രജിത്ത് മോഹനിലേക്ക് പോവുകയാണ്. പ്രജിത്ത്, സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ സസ്പെൻഷൻ ഉത്തരവ് ലഭിച്ചിട്ടും കഴിഞ്ഞ ദിവസം ഓഫീസിൽ എത്തിയിരുന്നു. പുതിയ രജിസ്ട്രാർക്ക് രജിസ്ട്രാറുടെ ചുമതല പുതിയൊരാൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഡോക്ടർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്ത് ഇപ്പോഴും വരുന്നുണ്ടോ? ഇപ്പോഴും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ SFIയും അദ്ദേഹത്തിന് സംരക്ഷണം ഉറപ്പാക്കുന്നുണ്ടോ? അനിൽ, അത് പറയുന്നതിന് മുൻപ് ഇപ്പോൾ സിസാ തോമസ് ഒരു ഫയലിലും ഒപ്പിടരുത് അല്ലെങ്കിൽ ഒരു ഫയലും പരിശോധിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതേ സിസാ തോമസിൻ്റെ മുൻപിലേക്കാണ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കത്ത് നൽകിയതെന്നുകൂടി ഞാൻ ഒന്നുകൂടി അനിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുകയാണ്. അതിലൊരു വൈരുദ്ധ്യാത്മകതയുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, യൂണിവേഴ്സിറ്റിയിൽ പല സമയത്തും ഇത്തരത്തിൽ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. പക്ഷേ രജിസ്ട്രാർ കഴിഞ്ഞ ദിവസം അദ്ദേഹം സർവകലാശാലയിൽ എത്തി, അതിനുശേഷം അവിടുന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. തുടർച്ചയായി ഇന്ന് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. അത് പരിശോധിക്കാവുന്നതാണ്. അതിൽ പരിശോധിച്ച ശേഷം ആ വിവരങ്ങൾ ലഭ്യമാക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും പ്രശ്നമായി ചൂണ്ടിക്കാണിക്കേണ്ടത് അനിൽ, ഈ പറയുന്ന രീതിയിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുമ്പോൾ മാത്രം അധികാരമുള്ള ഒരു സംഘം ആളുകൾ അവർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം. അതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെയാണ് പലപ്പോഴും അവിടെ ഈ പറയുന്ന രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഈ പറയുന്ന അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയും യൂണിവേഴ്സിറ്റിയുടെ ഭരണം നടക്കുന്നത് കൃത്യമായിട്ടല്ല അല്ലെങ്കിൽ ആ രീതിയിലല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ വിദ്യാർത്ഥികളുടെയൊക്കെ മുന്നിൽ വെച്ചാണ്, അവിടെ പല ആവശ്യങ്ങൾക്കായി എത്തുന്ന ആളുകളുടെ മുന്നിൽ വെച്ചിട്ടാണ് ആ യൂണിവേഴ്സിറ്റിയുടെ
ഗവർണർ കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ കടന്ന് ഇത്തരത്തിൽ ആക്രോശിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത് യൂണിവേഴ്സിറ്റിയിലെ കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കുകയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അതിലൂടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇന്നെന്തായാലും ഈ ഭീഷണിപ്പെടുത്തലുകൾക്കൊന്നും വഴങ്ങുന്ന ഒരാളല്ല സിസ തോമസ് എന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അവരുടെ നിലപാടുകളും അങ്ങനെയുള്ളതാണ്. എന്തായാലും ഈ ഘട്ടത്തിൽ തുടർ നടപടികൾ എന്തെങ്കിലും രീതിയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പെരുമാറ്റത്തിനെതിരെ ഇപ്പോൾ മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം നിലപാടുകൾ അംഗീകരിക്കാൻ കഴിയില്ല. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് ഏത് ഫയലുകളും പരിശോധിക്കാനുള്ള അധികാരമുണ്ട്. വൈസ് ചാൻസലറുടെ ഇഷ്ടപ്രകാരമായിരിക്കണം അവർ എവിടെ പോകണമെന്ന്, ഏത് ഓഫീസിൽ പോകണമെന്ന്, ഏത് ഫയൽ പരിശോധിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതിൽ സിൻഡിക്കേറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിട്ടാണ് മറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ ജനൻ ടിവിയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം ഇതൊരു വാർത്തയായതിനു ശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സിസ തോമസ് ഫയൽ പരിശോധിക്കാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള ഒരു ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമായ ആവശ്യങ്ങൾ നടപ്പിലാകുമെന്നറിയില്ല. എന്തായാലും ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ സംബന്ധിച്ച നടപടികൾ ഹൈക്കോടതി പരിശോധിക്കുന്നത് അതിൻ്റെ ഒരു ഉത്തരവ് വരുന്നതോടുകൂടി ഇത്തരം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പെരുമാറ്റം ഇടപെടുകയാണ്. ക്ഷമിക്കുക. കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൽ സലാം കൂടി ചേരുന്നു. അബ്ദുൽ സലാം സർ, കേരള സർവകലാശാല VCയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസിനെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ഫയലിലും ഒപ്പിടരുത് എന്നാണ് ഭീഷണി. യൂണിവേഴ്സിറ്റിയിലെ സെക്ഷൻ ഓഫീസുകളിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ അവരോട് അക്കാര്യം ഭീഷണി സ്വരത്തിൽ പറയുകയും ചെയ്തു. രജിസ്ട്രാർ വഴി മാത്രം ഫയലുകൾ പരിശോധിച്ചാൽ മതി എന്ന തിട്ടൂരമാണ് നൽകിയിരിക്കുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നു ഡോക്ടർ അബ്ദുൽ സലാം? എനിക്കിത് കേട്ടപ്പോഴത്തേക്ക് ചിരിയാണ് വന്നത്. അതായത് ഈ ഡെമോക്രസിയിൽ നമുക്ക് എന്തുവേണോ പറയാം, എന്തുവേണോ ചെയ്യാം, അത്രത്തോളം സ്വാതന്ത്ര്യം വാരി കോരി കൊടുത്തിരിക്കുകയല്ലേ ഡെമോക്രസിയിൽ. എന്തും ചെയ്യാം, അൺറെസ്ട്രിക്റ്റഡ്, എന്തും പറയാം അൺറെസ്ട്രിക്റ്റഡ്, ആരെയും നമുക്ക് വെല്ലുവിളിക്കാം, നിയമം കാറ്റിൽ പറത്താം. ഇവർ ചെയ്യുന്നതൊക്കെ നിയമലംഘനമാണ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. വിശേഷിച്ച് ഒരു സ്ത്രീയോട്, സ്ത്രീ അല്ലെങ്കിൽ തന്നെ നിയമലംഘനം തന്നെയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവർ ചെയ്തു. അത് ശരിക്ക് അവര് എന്തെങ്കിലും അവർക്ക് പീഡനം പോലെയോ മാനസിക പീഡനമോ ശാരീരിക പീഡനമോ ഏറ്റിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് അവർക്ക് നീങ്ങാവുന്നതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതുപോലെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. അവരുടെ ആഗ്രഹം നടന്നില്ലെങ്കിൽ അവരെ വിചാരം അവർക്ക് എന്തൊക്കെയോ അധികാരം ഉണ്ടെന്നാ ഈ ആക്ടും സ്റ്റാറ്റ്യൂട്ടും ഒക്കെ വായിച്ചാൽ കൃത്യമായിട്ട് അറിയാം. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരം ഉണ്ടാവുന്നത് സിൻഡിക്കേറ്റ് കൂടി 10 മണിക്ക് വരുമ്പോൾ മാത്രമാണ് അധികാരം വരുന്നത്. വെൻ ദ സിൻഡിക്കേറ്റ് ഈസ് ഇൻ ചെയർ, ഇൻ പൊസിഷൻ, അത് തീരുന്നവരെ അധികാരമുള്ളൂ. അപ്പോഴേ അവർക്ക് എന്ത് അധികാരം? ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് മുന്നിൽ വരുന്ന ഫയലുകളിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് പാസ്സാക്കണോ പാസ്സാക്കണ്ടേ എന്ന് തീരുമാനിക്കുക. അതും നിയമത്തിന് വിധേയമായി. അത്രേ അധികാരം അവർക്കുള്ളൂ. പക്ഷേ വൈസ് ചാൻസലർക്ക് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്, എമർജൻസി പവേഴ്സ് ഉണ്ട്. ശരിക്കും വൈസ് ചാൻസലർ ഒരു അൺക്രൗണ്ട് കിങ് ആണ്. ആരും അധികാരം അങ്ങെടുത്ത് ഉപയോഗിക്കാറില്ല, നല്ല കാര്യത്തിന് പോലും ഉപയോഗിക്കാറില്ല. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇരിക്കുന്ന ഒരു മുൾക്കിരീടമാണ് കാര്യം. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണുമ്പോൾ അറിയാം. ധൈര്യമായിട്ടിരിക്കുക. ഒന്ന്, ധൈര്യം വിടാതിരിക്കുക. അവരെ എന്തെങ്കിലും ആക്രമിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി നേടുക, വളരെ പ്രധാനം. അതിൽ റെക്കോർഡ്സ് ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യുക. മൂന്നാമത്, ഇന്നത്തെ സാഹചര്യത്തിൽ അവര് പ്രൊട്ടക്ഷന് എഴുതി കൊടുത്താൽ തന്നെ ഇപ്പോഴത്തെ ഗവൺമെന്റ് ചെയ്തില്ലെങ്കിലും അവർ ചാൻസലർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുക, പ്രോ ചാൻസലറോട് പറയുകയല്ല, എഴുതി കൊടുക്കുക, ചീഫ് മിനിസ്റ്ററോട് പറയുക, DGPയോട് പറയുക, നിവൃത്തിയില്ലെങ്കിൽ കോടതിയോടും പറയുക. അഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കാൻ പറയുക. ഒരു കാര്യം കൂടെ സിസ തോമസിനെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നിയമം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ബൈബിള്, ആക്ട്, സ്റ്റാറ്റ്യൂട്ട്, അത് വിട്ടൊന്നും ചെയ്യരുത്. ആർക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യരുത്. ഫിയർ, വിതൗട്ട് ഫിയർ, വിതൗട്ട് ഫേവർ. ഇത് വെച്ചിട്ട് ആക്ട്, സ്റ്റാറ്റ്യൂട്ട്, അതാണ് ബൈബിൾ. ആ ബൈബിൾ അതാണെന്ന് മനസ്സിലാക്കി ഡെമോക്രസിയിൽ ഇങ്ങനെയുള്ള ഒരുപാട് അതിക്രമങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി. എന്നാൽ ചിലപ്പോൾ നമ്മുടെ ജീവൻ, എനിക്ക് 11 പ്രാവശ്യം എന്താ പറയുക, എൻ്റെ ജീവന് അപകടം വരത്തക്ക രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇവർ അതിന് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. അതുകൊണ്ട് അത് ഉണ്ടാവും. അവരുടെ പാർട്ടി
സക്സസിന് വേണ്ടി അവരെന്തും ചെയ്ത് കളയുന്ന ഒരു രീതി അവർക്കുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ പോകുമ്പോഴും വരുമ്പോഴും പിന്നെ നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ തേടിക്കൊണ്ട് പോവുക. അൾട്ടിമേറ്റ്ലി എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, വളരെ ഭയാനകമായ നിമിഷങ്ങൾ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതവരുടെ ഒരുപക്ഷെ അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് ഈ പാർട്ടിയുടെ. ഇതൊക്കെ മനസ്സിലാക്കി നിയമത്തിൽ ഊന്നി ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. അതാണ് സിസാ തോമസിനുള്ള ഒരിത്. നമ്മുടെ ഡെമോക്രസി ഇങ്ങനെ ആയിപ്പോയില്ലേ. ഡെമോക്രസി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഓവറായിട്ട് ഫ്രീഡം വാരി കൊടുത്ത് എന്ത് തോന്നിയ ദിവസം ചെയ്ത് മറ്റുള്ളവന്റെ മൂക്ക് വരെ ഇടിച്ച് പരത്തുന്ന സ്വാതന്ത്ര്യം, അതിനെ അല്പം സോഫ്റ്റ് ആയിട്ടെങ്കിലും ഒന്ന് റെഗുലേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പല ഫോറങ്ങളിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. ടു മച്ച് ഓഫ് ഫ്രീഡം, സ്മാഷിംഗ് ദ നോസ് ഓഫ് ദി അതർ പേഴ്സൺ, എന്തുകൊണ്ടോ ചെയ്യാം. അത് ഇപ്പോൾ അവരെ പാർട്ടിക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവർ ഇതുവരെയും പോകും. അതുകൊണ്ട് ഇതൊക്കെയാണ് അതിന്റെ മുന്നിൽ എനിക്ക് മനസ്സിലാവാത്തത്, എന്തുകൊണ്ട് ഈ തെമ്മാടിക്കൂട്ടത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ചുകൂടാ? ഇതിപ്പോൾ നിരന്തരം ഒരു ശല്യമായി മാറിയിരിക്കുകയാണ്. സർവകലാശാലകൾ, കേരളത്തിലെ സർവകലാശാലകൾ തങ്ങളുടെ കുത്തകയാണ് എന്ന ആ ഒരു ധാർഷ്ട്യവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ട് ഇതിനെ നിയമപരമായി ചോദ്യം ചെയ്തുകൂടാ? കാരണം അതായത് SFIയുടെയും അതുപോലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും ഇംഗിതത്തിന് വഴങ്ങാത്ത ഒരു വൈസ് ചാൻസലറെയും അവർ തുടരാൻ അനുവദിക്കില്ല. അതാണ് നിലപാട്. അത്തരമൊരു നിലപാടിന് എതിരെ എന്തുകൊണ്ട് നിയമ നടപടിയായിക്കൂടാ? അനിൽജി, അതിന്റെ കാരണം വളരെ വളരെ സിമ്പിൾ അല്ലേ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ അവരെ നിയമിച്ചത് ഇന്നത്തെ സർക്കാർ. അവർ തന്നെയാണ് നമുക്ക് നിയമ പ്രൊട്ടക്ഷൻ ഒക്കെ തരേണ്ടത്. അവര് പൊളിറ്റിക്സിന് വേണ്ടി, പൊളിറ്റിക്കൽ ഗെയിന് വേണ്ടി ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളെ അയക്കുന്നു. അവർ മൊത്തം അധികാരവും കസേരകളും അപ്പോയിന്റ്മെന്റും ആ പ്രോസസ്സ് മൊത്തം ഹൈജാക്ക് ചെയ്യുന്നു. അവര് തൊക്കുകാണ്ടി അവരുടെ പാർട്ടിക്ക് വേണ്ടിയുള്ള ഗെയിൻസിന് വേണ്ടി അവരിങ്ങനെ എന്താ പറയുന്നത് അട്ടഹസിച്ച് മുന്നോട്ട് വരുന്നു. ഇതൊക്കെ ഡെമോക്രസിയിൽ അക്രമമാണ്. ഇനിയിപ്പോ നാളെ സിസോ തോമസ് ഒരുപക്ഷെ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം, പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ ഇവിടുത്തെ DGP ആക്ട് ചെയ്താൽ നല്ല DGP ആയിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹവും ഇവരെ വഴങ്ങി ഇവരുടെ കീഴിൽ നിൽക്കേണ്ടി വരും. ചീഫ് മിനിസ്റ്റർ ആയില്ലല്ലേ ഹോം ഇരിക്കുന്നത്. ചീഫ് മിനിസ്റ്റർ വിഷയം അനുസരിച്ചുള്ള DGP ചെയ്യത്തുള്ളൂ. അതുപോലെയല്ല മറ്റേ ചാൻസലർക്ക് എഴുതി കൊടുക്കണം. ചാൻസലർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കോടതി കൊടുത്തെന്ന് വിചാരിച്ചു, കോടതി ഒരു ഉത്തരവിടും, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു അർത്ഥത്തിൽ പറഞ്ഞാല് അവിടെ ഇരിക്കുന്ന ആ കസേര ഇരിക്കുന്ന ആ സ്ത്രീയെ സംബന്ധിച്ചോളം ഒരു നിസ്സഹായ അവസ്ഥയാണ്. ഇവരെല്ലാം എതിരല്ലേ. നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്രകാരം ചെയ്യാൻ വേണ്ടി കമ്പൽ ചെയ്യും. നിയമം നമുക്ക് തരേണ്ടവർ തന്നെ അപ്പുറത്ത് നിൽക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യും. രജിസ്ട്രാർ അവരെ അപ്പോയിന്റ് ചെയ്യും. ആ രജിസ്ട്രാറെ കൊണ്ട് വൈസ് ചാൻസലറുടെ അധികാരം കവർന്നെടുക്കുകയും തോന്നിയാസം ചെയ്യിക്കുകയും അൾട്ടിമേറ്റ്ലി ദേ വോണ്ട് ടു മേക്ക് പൊളിറ്റിക്കൽ ഗെയിൻ ഇൻ ഫേവർ ഓഫ് ദെയർ പാർട്ടി. അത് നടക്കാത്തതിന്റെ രൗദ്രഭാവമല്ലേ ഇങ്ങനെയൊക്കെ വരുന്നത്. അതുകൊണ്ട് കഷ്ടകാലത്തിന് അവര് അവിടെ കസേര ഇരിക്കുന്നു, ദുഃഖം തോന്നുന്നു. ധൈര്യമായിട്ടിരിക്കുക. നിയമം എന്നായാലും ഇന്നല്ലെങ്കിൽ നാളെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ കൂടെ വരും. പക്ഷെ സൂക്ഷിക്കേണ്ടത് ചിലപ്പോൾ ഈ കൂട്ടങ്ങള് നിങ്ങളുടെ ജീവൻ പോലും എടുത്തു കളയും. യെസ്, അതാണ് ശ്രദ്ധിക്കുന്നത്. വളരെയധികം നന്ദി ഡോക്ടർ അബ്ദുൽ സലാം പ്രതികരിച്ചതിന്. കണ്ണൂർ സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ ഷിനു പി ജോസ് കൂടി ചേരുന്നു. ശ്രീ ഷിനു, താങ്കൾ അറിഞ്ഞു കാണും എന്നാണ് കരുതുന്നത്. കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസാ തോമസിനെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ ഇത്തരം അതിക്രമങ്ങളുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, അതുപോലെ SFI പ്രവർത്തകർ, DYFI പ്രവർത്തകരൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഇവരെ പിടിച്ചു കെട്ടാൻ ആരുമില്ല എന്നുള്ളതാണ് നേരത്തെ ഇവിടെ സംസാരിച്ച കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൽ സലാമും അതുപോലെ കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം RS ശശികുമാറും കൃത്യമായി പറഞ്ഞു. സിൻഡിക്കേറ്റ് കൂടുമ്പോൾ മാത്രമേ അംഗങ്ങൾക്ക് അധികാരമുള്ളൂ, അതിനപ്പുറത്തേക്കൊരു അധികാരം അവർക്ക് ഇല്ല എന്ന്. പക്ഷേ ഇവിടെ രജിസ്ട്രാറെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങൾ വിചാരിക്കുന്ന പോലെ സർവകലാശാല വൈസ് ചാൻസലർ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നൊക്കെ തിട്ടൂരമിറക്കിയാൽ അതിനെ എങ്ങനെ നേരിടും? സിസാ തോമസിനെ ഒരു വൈസ് ചാൻസലർ പദവിയിൽ കാണുമ്പോൾ അത് നിലവിലുള്ള രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്ത ആ വിവാദമൊന്നും
കാണേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ കൂടി എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുകൊണ്ട് സിസ തോമസിനെ കാണുമ്പോൾ ഇടതുപക്ഷക്കാർക്ക് അപ്പോൾ തന്നെ അവരുടെ വിപ്ലവാത്മകത ഇറങ്ങും. ആലോചിച്ച് നോക്കണം, രാഷ്ട്രീയ പകപോക്കലോടെ സിസ തോമസിന്റെ പെൻഷനും ആനുകൂല്യങ്ങളും സർക്കാർ വർഷങ്ങളോളം തടഞ്ഞു വെച്ചതിന് ശേഷം കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ തിരിച്ചടി നേരിട്ടതിന് ശേഷം മാത്രമാണ് ഈ ആനുകൂല്യങ്ങൾ നൽകിയത്. കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയ കേസിൽ സുപ്രീം കോടതി നൽകിയ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഗവർണർ സ്വതന്ത്രമായി കേരളത്തിൽ വൈസ് ചാൻസലർമാരെ നിയമിച്ചു വരുന്നത്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉൾപ്പെട്ട വൈസ് ചാൻസലർമാരുണ്ട്. ഇടതുപക്ഷക്കാരുമുണ്ട്, കോൺഗ്രസുകാരുമുണ്ട്, BJP സംവിധാനത്തിലുള്ളവരുമുണ്ട്, ഈ രാഷ്ട്രീയ പാർട്ടിയിൽ ഒന്നുമില്ലാത്തവരുമുണ്ട്. ഗവർണർ സ്വതന്ത്രമായിട്ട് തന്നെയാണ് നിയമിക്കുന്നതാണ് എന്റെ പക്ഷം. ഇവരിങ്ങനെ ചാരിത്ര്യ പ്രസംഗം നടത്തുമ്പോൾ ആലോചിക്കേണ്ടത് ഇടതുപക്ഷ നേതാക്കളെയും ഭാര്യമാരെയും, എത്ര ഭാര്യമാരെയാണെന്ന് ആലോചിച്ച് നോക്കണം. വൈസ് ചാൻസലർമാർ മുതൽ രജിസ്ട്രാർമാർ മുതൽ അങ്ങനെ തുടങ്ങി അസോസിയേറ്റ് പ്രൊഫസർമാർ വരെയുള്ള തസ്തികകൾ തിരുകിക്കയറ്റി ഇടതുപക്ഷവൽക്കരണം എല്ലാ നിയമനങ്ങളിലും നടത്തിയവരാണ് CPM. ഈ സിൻഡിക്കേറ്റങ്ങളും ഈ SFIക്കാരും ആലോചിക്കേണ്ടത്, SFIക്കാർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു എന്ന് സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ മടത്തിൽ രമിക്ക് കഴിഞ്ഞ 1 വർഷമായി ഗ്രാറ്റുവിറ്റി തടഞ്ഞു വെച്ചിരിക്കുന്ന കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റാണ്. മുഴുവൻ ആളുകളും കണ്ണൂർ സർവകലാശാല നോമിനേറ്റഡ് സിൻഡിക്കേറ്റ് ഇടതുപക്ഷക്കാരാണ്. അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവർക്ക് നാണമുണ്ടോ? ഇവര് പറയുന്നത് ഈ ഇടതുപക്ഷം നിയമിച്ച രജിസ്ട്രാറിനെ മോഹൻ കുന്നുമ്മൽ പുറത്താക്കിയത് കൊണ്ടാണെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ മോഹൻ കുന്നുമ്മൽ വന്നതിന് ശേഷം അദ്ദേഹത്തിനോട് പ്രതിഷേധം രേഖപ്പെടുത്തുക. ഒരു വനിതയായ വൈസ് ചാൻസലർ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാൻ കേരള സർവകലാശാലയിൽ വരുമ്പോൾ ഇങ്ങനെ തോന്നുംപടി അവരുടെ പ്രതിഷേധ പ്രകടനം നടത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ അക്കാദമിക് സമൂഹം മുഴുവൻ അന്തംകമ്പികളാണെന്ന് ഇവർ വിചാരിക്കരുത്. ഇത്രയും എനിക്ക് ഇതിനകത്ത് അഭിപ്രായപ്പെടുവാനുള്ളൂ. യെസ്, വളരെയധികം നന്ദി ഡോക്ടർ ഷിനു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസിനെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല ഫയലുകൾ രജിസ്ട്രാർ വഴി മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്ന തിട്ടൂരവും ഇറക്കിയിരിക്കുന്നു. ഈ മേഖലയിലെ പ്രമുഖരാണ് പ്രതികരിച്ചത്.